സംസ്ഥാനത്തെ സ്വർണ്ണവില കുറഞ്ഞു. പവന് ഒറ്റയടിക്ക് 520 രൂപയാണ് കുറഞ്ഞത്. 1,12,200 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവൻ 520 രൂപ കുറഞ്ഞ് 1,12,200 രൂപയായി. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,025 രൂപയുമായി. ഇറാനും യുഎസും തമ്മിലെ വെടിനിർത്തൽ കാലാവധി നീട്ടിയതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും US ഇൻഡെക്സും താഴ്ന്നിരുന്നു. തുടർന്നാണ് സ്വർണ്ണവിലയും കുറഞ്ഞത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില 1,09,240 രൂപയാണ്. ഏപ്രിൽ 2-നാണ് ഈ വില രേഖപ്പെടുത്തിയത്. അക്ഷയ തൃതീയ ദിവസം വിപണിയിൽ മികച്ച വിൽപ്പനയാണ് നടന്നത്. സംസ്ഥാനമൊട്ടാകെ 12,000 ജ്വല്ലറികളിലായി 2,000 കോടി രൂപയുടെ വ്യാപാരം നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. സ്വർണ്ണവില വർധനവ്, യുദ്ധം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് 3 ലക്ഷത്തിനടുത്ത് ഉപഭോക്താക്കൾ ജ്വല്ലറികളിൽ എത്തിയെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. അബ്ദുൽ നാസർ പറഞ്ഞത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും കോയിനുകളും ബാറുകളുമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ മറ്റ് ചില അധിക ചെലവുകൾ കൂടി ഉപയോക്താക്കൾ നൽകേണ്ടതുണ്ട്. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെയും പണിക്കൂലിയുടെയും ആകെത്തുകയിൽ മേൽ 3% GST. കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. കേരളത്തിൽ വിവാഹ സീസൺ സജീവമായ ഘട്ടത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത കാരണം വില ഇനിയും ചാഞ്ചാടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.